വിജയുടെ ജനനായകന് US സർട്ടിഫിക്കറ്റ് നൽകാൻ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ട സെൻസർ ബോർഡ് നടപടി റദ്ദു ചെയ്തു. KB ശ്രീധരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീധരൻ, വിജയ്ക്ക് ഇതൊരു വലിയ വിജയം തന്നെയാണ് എന്നതിൽ തർക്കമില്ല. ജനനായകനുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോൾ വിജയുടെ ആരാധകരും ആശങ്കയിലായിരുന്നു. മാത്രമല്ല, ഇത് ഒരു സിനിമ എന്നതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം എന്ന നിലയ്ക്ക് തന്നെയാണ് കാണേണ്ടത്. തീർച്ചയായിട്ടും വിജയെ സംബന്ധിച്ച്, ജനനായകന്റെ നിർമ്മാതാക്കളെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയോടെ ഉണ്ടായിരിക്കുന്നത്. ചിത്രത്തിന് എത്രയും പെട്ടെന്ന് UA സർട്ടിഫിക്കറ്റ് നൽകണം എന്ന് സെൻസർ ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇത്തരം നടപടികൾ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്നുള്ളതാണ് കോടതി ഈ വിധി പകർപ്പിൽ പറയുന്നത്. റിവ്യൂ കമ്മിറ്റി സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനിച്ചാൽ ചെയർപേഴ്സണ് ഈ വിഷയത്തിൽ ഇടപെടാൻ അധികാരമില്ല. അതായത് സെൻസർ ബോർഡ് ചെയർപേഴ്സന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത് നീട്ടിവെച്ചത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്നുള്ളതാണ് കോടതി പറയുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് ചിത്രത്തിന് ഈ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ പൊങ്കലിന് മുൻപ് ചിത്രം എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും പൊങ്കൽ റിലീസാണ്. എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ എത്തിക്കാൻ തന്നെയാണ് നിർമ്മാതാക്കൾ താല്പര്യപ്പെടുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രതിസന്ധി ഇപ്പോഴും പൂർണ്ണമായിട്ടും നീങ്ങി എന്ന് പറയാറായിട്ടില്ല. ഈ UA സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ഈ വിധിക്കെതിരെ, സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഇപ്പോൾ കോടതിക്ക് ഈ സെൻസർ ബോർഡിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ അവർ ഇക്കാര്യത്തിൽ അപ്പീൽ നൽകും. ആ അപ്പീൽ ഇന്ന് തന്നെ പരിഗണിക്കും. മദ്രാസ് ഹൈക്കോടതി ഇന്ന് തന്നെ പരിഗണിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അല്പം കൂടി കാത്തിരുന്നേ മതിയാകൂ. ഈ ചിത്രത്തിന് എപ്പോൾ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ റിലീസ് സംബന്ധിച്ച കാര്യത്തിൽ അല്പം കൂടി കാത്തിരുന്ന് മാത്രമേ എന്നാകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും കോടതിയിൽ നിന്ന്, മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഈ ജനനായകന് ലഭിച്ചിരിക്കുന്നത്. ചിത്രം നിരവധി കട്ടുകൾ, ഈ വിഷയത്തിൽ ഈ ചിത്രത്തിന് നിരവധി കട്ടുകൾ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. ആ കട്ടുകൾ കട്ട് ചെയ്ത് നൽകിയിട്ടും സർട്ടിഫിക്കറ്റ് നൽകുന്നത് അനന്തമായി നീടി. അത് പിന്നീട് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുകയാണ് സെൻസർ ബോർഡ് ചെയർപേഴ്സൺ ചെയ്തത്. ഈ സെൻസർ ബോർഡ് ചെയർപേഴ്സന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണ്, അല്ലെങ്കിൽ ആ കീഴ്വഴക്കങ്ങൾ പാലിച്ചുകൊണ്ടല്ല എന്നുള്ളതാണ് കോടതിയുടെ നിലവിലെ കണ്ടെത്തൽ. അതുകൊണ്ടതാണ് സന്ദേശം നൽകുമെന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ ഹൈക്കോടതി UA സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് നൽകണമെന്ന നിർദ്ദേശം നൽകിയത്. ഇപ്പോ വിജയുടെ സിനിമ മാത്രമല്ല, പരാശക്തി, ശിവകാർത്തികേയന്റെ ചിത്രം, അതിനും സമാനമായ പ്രശ്നമുണ്ട്. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം പ്രമേയമാക്കിയ ഒരു സിനിമ അങ്ങനെ തിയേറ്റർ കാണേണ്ടതില്ല എന്ന നിലപാടുണ്ടാവുകയാണ്. ഇത് നോക്കൂ, ഇപ്പോ വിജയ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനത്തിന് തന്റെ അവസാന ചിത്രം എന്ന നിലയ്ക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു സിനിമ, അതിനുണ്ടാകുന്ന എല്ലാ തിരിച്ചടികളും ആ നിലയ്ക്ക് തന്നെ മനസ്സിലാക്കപ്പെടില്ലേ, ആ നിലയ്ക്ക് തന്നെ പരിഗണിക്കപ്പെടില്ലേ? തീർച്ചയായിട്ടും ഈ ഒരു സെൻസർ ബോർഡ് നടപടി ഒരുപക്ഷെ സിനിമയ്ക്ക് ഒരുപാട് ഹൈപ്പ് കൂട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ് എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ജനനായകന് മാത്രം വന്നിട്ടുള്ള ഒരു പ്രതിസന്ധിയല്ല. ഈ നേരത്തെ മാധു സൂചിപ്പിച്ച പോലെ തന്നെ തൊട്ട് പിന്നിൽ വരുന്ന പരാശക്തി എന്ന് പറയുന്ന സിനിമയ്ക്കും, ശിവകാർത്തികേയൻ നായകനായിട്ടുള്ള സിനിമയാണ്. അതിന്റെ നിർമ്മാതാക്കൾ എന്നുള്ളത് DMK-യുമായി ബന്ധപ്പെട്ട ആളുകളാണ്. വിതരണം റെഡ് ജയന്റ്സ് മൂവീസ് ആണ്. അതായത് ഉദയനിധി സ്റ്റാലിന്റെ ഉടമസ്ഥയിലുള്ള വിതരണ കമ്പനിയാണ്. ഇവരൊക്കെ ആണ് ആ ചിത്രം നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭമാണ് ഏറ്റവും പ്രധാനമായിട്ട് ആ ചിത്രത്തിന്റെ ഒരു തീം എന്നുള്ളത്. അതുകൊണ്ടൊക്കെ ഇതിന് സെൻസർ കട്ടുകൾ നിരവധി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആദ്യം സെൻസർ ബോർഡ് ആവശ്യപ്പെട്ട കട്ടുകൾ നടത്തി ആണ് ഈ ചിത്രം വീണ്ടും സമർപ്പിച്ചത്. പക്ഷെ അപ്പോഴും വീണ്ടും 15ഓളം കട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് സെൻസർ ബോർഡ് നോട്ടീസ് നൽകിയാണ് ചെയ്തതെന്നാണ് ഇന്നലെ സംവിധായികയായിട്ടുള്ള സുധാ കോങ്കര പറഞ്ഞത്. ഇത്തരത്തിൽ ഈ സിനിമകളെ ഞെക്കിഞ്ഞെരുക്കുന്ന അല്ലെങ്കിൽ വെട്ടിമുറിച്ച് കൊല്ലുന്ന സമീപനം ശരിയല്ല എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഞാൻ വരാം ശ്രീധരൻ. ഇപ്പൊ നമുക്ക് ആരാധകരുടെ ചില ദൃശ്യങ്ങൾ കൂടി കാണാം. പാലഭിഷേകം, തേനഭിഷേകം, ഇതൊക്കെ തമിഴ് സിനിമയിൽ പതിവാണ്. എന്നിരുന്നാലും ജനനായകൻ വിജയുടെ ആരാധകർക്കൊരു വികാരമാണ്. അവസാന ചിത്രം എന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് സിനിമ വരുന്നത്. ദാ ദൃശ്യങ്ങൾ. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇത് നോക്കൂ, ഇപ്പൊ മാത്രമല്ല സിനിമാ മേഖലയിലെ നിരവധി പേർ വിജയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ചിമ്പു കഴിഞ്ഞ ദിവസം, അതിനൊപ്പം തന്നെ ജയം രവി,
ഇപ്പോ ഇന്ന് ജീവ, അദ്ദേഹത്തിന്റെ തന്നെ സഹപ്രവർത്തകൻ കൂടിയായ ജീവ, ഇവരൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ എന്നും ജനനായകനാണ്, കാത്തിരിക്കുന്ന ഓരോ സമയത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നതടക്കം പരസ്യമായി സിനിമാ മേഖല പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ച കൂടി നമുക്ക് തമിഴകത്ത് നിന്ന് കാണാൻ കഴിയും. സ്വാഭാവികമായിട്ടും അത് സിനിമാ മേഖലയിൽ നിന്ന് ഈ സെൻസർ ബോർഡ് നടപടികൾക്കെതിരെ മുൻകാലത്തും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ വിജയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടി ഇമ്പാക്ട് തമിഴ്നാട്ടിൽ കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് യുവതാരങ്ങൾ, അതുപോലെ തന്നെ യുവ താരങ്ങളാവട്ടെ സീനിയർ താരങ്ങളാവട്ടെ നിരവധി ആളുകൾ ഇതിനു വേണ്ടി ഇപ്പോൾ വിജയെ പിന്തുണച്ചുകൊണ്ടുവന്നത്. ഇനി ബോക്സ് ഓഫീസിൽ വിജയ് ഭരിക്കും എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ചില യുവതാരങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സെൻസർ ബോർഡിന്റെ നടപടി, അതായത് രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും കത്രിക വെക്കണം. സൈന്യത്തെ അവഹേളിക്കുന്ന കാര്യങ്ങളിൽ കത്രിക വെക്കണം, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഇതൊരു പകപോക്കൽ നടപടി എന്ന രീതിയിൽ, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടി എന്ന രീതിയിൽ വരുമ്പോഴാണ് ഇതിൽ പ്രശ്നം ഉദിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് വിജയുടെയും അതുപോലെ തന്നെ തമിഴ് സിനിമാ ലോകത്തിന്റെയും പൊതുവിലുള്ള ഒരു വികാരം എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ ആ ഒരു കടമ്പ, സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളൊരു കടമ്പ തീർച്ചയായിട്ടും ജനനായകന് കടക്കാനായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ ഒരു പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. വെള്ളിയാഴ്ച റിലീസ് നടക്കില്ല എന്നുണ്ടോ? അതായത് ഇന്ന് തന്നെ ഈ കേസ് പരിഗണിച്ചാൽ വൈകുന്നേരത്തെ ഷോയോട് കൂടി തിയേറ്ററുകളിലേക്ക് എത്തുമോ? അതിന് സാധ്യതയുണ്ടോ? ഇന്ന് ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാവാനുള്ള സാധ്യത തുച്ഛമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ കോടതി ഇനി ഈ കേസ് ഹർജി സെൻസർ ബോർഡിന്റെ അപ്പീൽ വീണ്ടും പരിഗണിക്കണം. അത് പരിഗണിച്ച ശേഷം മാത്രമേ സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടികളൊക്കെ പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഇതിന്റെ റിലീസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും വിവരങ്ങൾ നൽകിയത്. ആദ്യത്തെ ഷോയ്ക്ക് ബുക്ക് ചെയ്ത ആളുകളുടെ പണമൊക്കെ തിരികെ നൽകി. പക്ഷേ വിജയ് ഫാൻസ് നടപ്പിലാക്കുന്ന ചില മുൻകൂട്ടി അവർ തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ചില ഷോ ഉണ്ട്. 1000-1500 രൂപയ്ക്കാണ് അതിന്റെ ടിക്കറ്റൊക്കെ ഈ കൊടികെട്ടിയ ഫാൻസ് എടുത്തിരിക്കുന്നത്. അവരുടെ കാര്യമാണ് കഷ്ടം. അവർക്ക് പണം തിരികെ കിട്ടുമോ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും അത്രത്തോളം ആവേശത്തോടു കൂടി വിജയ് ആരാധകർ കാത്തിരുന്ന ഒരു സിനിമയാണ് ജനനായകൻ. അതിന്റെ റിലീസ് ഇന്നുണ്ടാകില്ല. ഇനി ഇപ്പോൾ ഹൈക്കോടതി US സർട്ടിഫിക്കറ്റ് അടിയന്തരമായി നൽകാൻ ഉള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും സെൻസർ ബോർഡിന് അതുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി കോടതി പരിഗണിച്ച ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക. KB ശ്രീധരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.